സോമനാണ് എറണാകുളത്ത് നിന്ന്. താങ്കൾക്ക് പറയാം. ഇത് നമുക്ക് അമേരിക്കൻ പോളിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യലിസം, മനുഷ്യ സ്നേഹം ഇങ്ങനെയുള്ള ഇതിലൊന്നും അധിഷ്ഠിതമായ ഒരു ഭരണഘടനയോ ആ രീതിയിലുള്ള ഒരു കൺട്രിയേ അല്ല. അതൊരു ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഈ ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിലുള്ള ഏറ്റവും വലിയ ബിസിനസ് എന്താണെന്ന് അമേരിക്കൻ ബിസിനസ് എന്ന് പറയുന്നത് എന്റെ അറിവിൽ ശരിക്കും ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് ആണ്. അതായത് പിന്നെ വാദിക്കും പ്രതിക്കും കൂട്ടുനിൽക്കുന്ന വക്കീലന്മാരെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു സ്റ്റേജാണ് അമേരിക്കയിൽ. ഇപ്പൊ അമേരിക്കയിൽ ഈ ഡെമോക്രാറ്റ്സ് വന്നാലും ശരി, ഈ GOP എന്ന് പറയുന്ന ഈ റിപ്പബ്ലിക്കൻസ് വന്നാലും ശരി, അവരുടെ പോളിസി മാറാനൊന്നും പോകുന്നില്ല, മാറിയിട്ടുമില്ല. കാരണം ഇവരുടെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്നത് ഈ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് ശരിയാക്കണം. ഇന്ത്യക്കും കൊടുക്കും, പാകിസ്ഥാനും കൊടുക്കും. പക്ഷേ ഇത് ഒരു സമാനതകളില്ലാത്ത ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. അത് ഈ ട്രംപിന്റെ ഈ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അത് പോട്ടെ. ഇതിപ്പോ ഈ കുരങ്ങിനെ കൊണ്ട് ചൊടിയോർജ് വാരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം അമേരിക്കയിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഈ സോഷ്യലിസം, മനുഷ്യ സ്നേഹം, അതുപോലെ തന്നെ ഈ ഒബാമ കൊണ്ടുവന്ന ചില പോളിസികൾ ഇതെല്ലാം കംപ്ലീറ്റ് തകർത്തില്ലേ, മെഡിക്കൽ പോളിസികളും. അപ്പൊ അവിടെ ഈ GOP എന്ന് പറയും, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, അവിടെ ശരിക്ക് അവിടുത്തെ നേറ്റീവ്സ് എന്ന് പറയുന്നവരും ഈ പഴയ വന്നവരും, ട്രംപും ഒക്കെ അവിടെ വന്ന് ഇമിഗ്രൻസ് ആയിട്ട് വന്നവർ തന്നെയാണ്. പക്ഷെ അവരുടെയൊക്കെ വലിയ സപ്പോർട്ടിലാണ് ഇയാൾ തുടങ്ങിയത്. ഇപ്പോഴും ട്രംപിനെ ആരാധിക്കുന്ന ആൾക്കാർ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ അമേരിക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഓരോ മനുഷ്യന് എത്രമാത്രം ഒരു പ്രത്യേകമായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടോ അത് ഒരു സാമാന്യമായി നന്നായി പ്രകടിപ്പിക്കുന്ന, മറ്റൊന്നും നോക്കാതെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ഉള്ള ആൾക്കാർ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ ട്രംപിന്റെ പാർട്ടിക്ക് അകത്ത് തന്നെ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ അലൈസ് യൂറോപ്യനും ബാക്കിയുള്ളവരെല്ലാരും പിന്മാറുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും ശരി, ഇയാളുടെ ഒരു ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പൈസയാണ്. പണത്തിന്റെ അധിപനാണ് ഇയാൾ ട്രംപും എന്ന് പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും. അപ്പൊ അയാളുടെ ആകെ നോട്ടം, ഇയാൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഫോറിൻ കൺട്രീസിലുണ്ട്, അതായത് പാകിസ്ഥാനിലും ഇന്ത്യയിലും ബാക്കിയുള്ളിടത്തിലും. അപ്പൊ ഈ പോളിസികൾ മാത്രം നന്നാക്കി അവരെയും അവരുടെ പ്രോജനീസും നന്നായിട്ട് വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അപ്പോൾ ഈ എവിടെ പ്രധാനപ്പെട്ട പ്രശ്നം വാട്ട് കം എന്തെങ്കിലും ഒരു ആർക്കും സംഭവിച്ചോട്ടെ, പക്ഷെ ഞാനും എന്റെ കുടുംബവും അല്ലെങ്കിൽ എന്റെ ആൾക്കാരും നന്നായിരിക്കണം. ഇതിന് ഒരുപാട് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ ഒക്കെ കണ്ടില്ലേ, ഇലോൺ മസ്ക് തന്നെ ഇപ്പൊ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെയാണ് അയാൾ. ശ്രീ സോമൻ, താങ്കൾ ആത്യന്തികമായി പറയുന്നത് ട്രംപ് എന്ന വ്യവസായിയുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഈ ലോകത്തെ പ്രശ്നങ്ങൾക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കും പിന്നെ അല്ലാതെ അമേരിക്കയുടെ താല്പര്യമോ ലോകത്തിന്റെ താല്പര്യമോ മറ്റു രാഷ്ട്രീയമോ ഒന്നും അല്ല, അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അല്ല, രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഒന്നും അയാൾക്കൊരു പ്രശ്നമല്ല. ഇയാളൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചീത്ത മനുഷ്യനാണ്. ഇപ്പൊ നമുക്കൊക്കെ ഈ മനുഷ്യ നന്മ എന്ന് പറയുന്ന ഒരു വികാരം നമുക്കുണ്ട്. ഇയാളൊരു നല്ല മനുഷ്യനേ അല്ല എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. കാരണം ഒരു പരസ്പര ബഹുമാനം, ബാക്കിയുള്ള ആൾക്കാരോടുള്ള ഒരു സ്നേഹം, നമുക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വികാരമുള്ളവരാണ്. അതിന്റെ ഒരു തടവുകാരാണ് നമ്മളൊക്കെ. ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഇപ്പം ഓക്കെ, താങ്ക് യു. താങ്കളുടെ അഭിപ്രായം വളരെ വിശദവും വ്യക്തവുമായ അഭിപ്രായം തന്നെയാണ്. ആഴത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. ശ്രീ മോഹൻപിള്ളയാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ മോഹൻപിള്ള, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. എനിക്കിത് പറയാനുള്ളത്, ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എന്നുള്ള കഥാപാത്രത്തെ അല്ല നമുക്ക് കാണേണ്ടത്. അമേരിക്കയുടെ വിദേശ മനസ്സിലാക്കേണ്ടതും. കാരണം നമുക്ക് ചരിത്രം പറയാൻ സാധിക്കത്തില്ല. 2ാം ലോക മഹായുദ്ധം മുതൽ ഒരു കാരണവശാലും അമേരിക്ക നേരിട്ടുള്ള ഒരു യുദ്ധത്തിനും നേരിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ഒരു യുദ്ധത്തിന് ഇടപെടാൻ കാരണം തന്നെ ജപ്പാന്റെ അതിക്രമം അല്ലെങ്കിൽ അധിനിവേശം അല്ലെങ്കിൽ കടന്നുകയറ്റമായിരുന്നു. അതിനുശേഷം പല യുദ്ധങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു ഭൂമി പോലും അമേരിക്ക പിടിച്ചെടുത്തിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് ചരിത്രം പറയുന്നത്. ഞാനിപ്പം ട്രംപ് എന്ത് ചെയ്യുന്നു, ഇന്ന് ചെയ്യുന്നില്ല എന്നുള്ള വിഷയത്തെ പറ്റിയല്ല. രാജ്യത്തിന്റെ ഭൂമി പിടിച്ചെടുത്തോ ഇല്ലയോ എന്നുള്ളതല്ലോ.
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തെ എത്ര രാജ്യങ്ങളിൽ ഇടപെട്ട് ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തി, ആ രാജ്യങ്ങളിലെ സാമ്പത്തികമായ കോടിക്കണക്കിന് രൂപ വരുന്ന അവരുടെ മൂലധനം കൊള്ളയടിക്കുകയും അവൻ്റെ അമേരിക്കക്കാരൻ തടിച്ചു വീർത്ത് കൊഴുത്തു നിൽക്കുന്നതൊക്കെ ഇതുപോലെ ഓരോരോ രാജ്യങ്ങൾ. ഇപ്പോൾ വെനസ്വേലയിൽ പോയെങ്കിൽ വെനസ്വേലയിൽ എണ്ണയുടെ നിയന്ത്രണം അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ രാജ്യമായിരുന്നു. അങ്ങനെ അവർ ഭൂമി പിടിച്ചെടുത്തില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അല്ല, ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നു. സമയത്ത് അമേരിക്ക ഒരു വിദേശ നയത്തിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.